കടയുടെ ഉടമ ഡോക്യുമെൻ്റൊക്കെ ശ്രുതിക്ക് കൈമാറുമ്പോൾ ശ്രുതി പറയും, ഞങ്ങൾക്ക് എല്ലാം ആൻറ്റിയാണ്, ആൻറ്റി വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അമ്മയെ അങ്ങോട്ട് പറഞ്ഞേക്കാണ്. അതിൻ്റെ ഉടമ പോകുന്നതിന് മുന്നേ ശ്രുതിയോട് ഒരു കാര്യം കൂടി പറയും. രണ്ടുപേരെ കാണിച്ചിട്ട് പറയും, ഞാൻ ഷോപ്പ് തുടങ്ങിയ കാലം മുതലേ എൻ്റെ കൂടെ ഉള്ളവരാ, ഇവരുടെ സേവനം നിങ്ങളുടെ ഷോപ്പ് മെച്ചപ്പെടാൻ സഹായിക്കും, ഇവരെ കൂടെ നിർത്തണമെന്ന് പറയും. ശ്രുതി അത് സമ്മതിക്കും. ശ്രുതി എന്നിട്ട് അവരോട് ചോദിക്കും, നിങ്ങളുടെയൊക്കെ ഷഷ്ടിപൂർത്തി കഴിഞ്ഞതാണോ എന്ന് ചോദിക്കും. അപ്പോൾ ഒരാൾ പറയാം എൻ്റേത് കഴിഞ്ഞതാ, മറ്റാൾ പറയാം എൻ്റേതാവുന്നതെന്ന് പറയും. ഉടമ പോകുന്നതിന് മുന്നേ സച്ചിയുടെ അടുത്ത് വന്ന് വരും. സച്ചിയോട് കുറച്ച് സംസാരിക്കുകയും ചെയ്യും. ഇത് കാണുമ്പോൾ അമ്മയ്ക്ക് വലിയ ഇഷ്ടാവില്ല. അദ്ദേഹം പോയി കഴിയുമ്പോൾ രേവതി വയ്ക്കും, സച്ചിയേട്ടാ നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും വാങ്ങിച്ചാലോ എന്ന് ചോദിക്കും. സച്ചി പറയും, ആ വാങ്ങണം എന്ന് പറയും. രേവതി പറയും, എന്നാൽ നമുക്കൊരു മിക്സി വാങ്ങിയാലോ എന്ന് പറഞ്ഞിട്ട് രേവതി മിക്സി നോക്കാൻ പോകും. രേവതി മിക്സി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ സച്ചി അങ്ങോട്ട് വന്നിട്ട് ചോദിക്കും, നീ നോക്കുന്നതേ ഉള്ളൂ, ഒന്നും വാങ്ങിച്ചില്ല എന്നൊക്കെ ചോദിക്കും. രേവതി പറയും, ഭയങ്കര വിലയാണെന്നൊക്കെ പറയും. അപ്പോൾ സച്ചി ഓരോ കൗണ്ടറൊക്കെ പറയും. രേവതി തിരിച്ചു പറയുമ്പോൾ സച്ചിക്കൊന്നും പറയാനുണ്ടാവില്ല. എല്ലാവരും ഇങ്ങനെ ഓരോന്നും നോക്കിക്കൊണ്ടിരിക്കുക. മഹിമ നോക്കുന്നത് കാണുമ്പോൾ ശ്രുതി ഓടിച്ചെന്നിട്ട് ചോദിക്കും, ഏത് തരം എ സിയാണ് വേണ്ടതെന്നൊക്കെ. മഹിമ പറയും, കുറച്ചുകൂടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് വേണമെന്ന് പറയും. അപ്പോൾ ശ്രുതി പറയും, ഒരു 1.5 ലക്ഷത്തിൻ്റെ ഉണ്ടായിരുന്നു. മഹിമ പറയാം, എനിക്ക് അത് മതിയെന്ന് പറയും. രേവതിയും സച്ചിയും ഒരു മിക്സിയായിട്ട് അങ്ങോട്ട് ബില്ലടയ്ക്കാൻ വരിക. ഇത് കാണുമ്പോൾ അമ്മ പിടിച്ചിരുത്തി അപമാനിക്കും. മഹിമ 1.5 ലക്ഷത്തിൻ്റെ ആണ് വാങ്ങിയത്, ഇവരൊരു ലോക്കൽ 5000-ന് താഴെയാണെന്നൊക്കെ പറയും. ഇത് കേട്ട് സച്ചി വയ്ക്കും, ഞങ്ങൾ 1.5 ലക്ഷത്തിൻ്റെ മിക്സി വാങ്ങണം പിന്നെയെന്നൊക്കെ ചോദിക്കും. അച്ചമ്മ സച്ചിയുടെയും രേവതിയുടെയും ഭാഗം പറയും. അമ്മ പറയും, എന്തായാലും മഹിമ ബില്ലടിച്ചിട്ട് അടച്ചാൽ മതി, ആദ്യത്തെ കച്ചവടമാണ്, അത് നല്ലൊരാളുടെ കൈ കൊണ്ട് വേണമെന്നൊക്കെ പറയും. ആ സമയത്ത് മഹിമയും ശ്രുതിയും അങ്ങോട്ട് വരികയാണ്. ശ്രുതി അറിയും, ആൻറ്റിയാണ് നമ്മുടെ ഫസ്റ്റ് കസ്റ്റമർ, ശ്രുതിയോട് ബില്ലെടുക്കാൻ പറയും. മഹിമ പേഴ്സിൽ നിന്ന് 1.5 ലക്ഷം എടുത്തിട്ട് ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുക്കും. അച്ചമ്മ രേവതിയും കുട്ടി ബില്ലടയ്ക്കാൻ പോകുമ്പോൾ ശ്രുതി പറയും, ആദ്യം വർഷയുടെ ബില്ലടയ്ക്കുക, എന്നിട്ട് അത് രേവതിയുടെ എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ അച്ചമ്മയ്ക്ക് ദേഷ്യം വരും. അച്ചമ്മ പറയും, ആദ്യം രേവതിയുടെ അടച്ചിട്ട് വർഷയ്ക്ക് കൊടുത്താൽ മതി എന്ന് പറയും. അച്ചമ്മ പറയുമ്പോൾ ശ്രുതിക്ക് അതിന് വഴങ്ങേണ്ടി വരും. രേവതി ബില്ലടയ്ക്കുമ്പോൾ അച്ചമ്മ പറയും, ഇവളുടെ കൈ കൊണ്ട് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഉയർച്ചയുണ്ടാവും, ദൈവത്തിന് മാല കിട്ടുന്ന കയ്യാ, ഇതാണ് നിൻ്റെ ഫസ്റ്റിലെ കച്ചവടം എന്ന് വിചാരിച്ചോ എന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് അച്ചമ്മ ചന്ദ്രയെ അപ്പുറത്തോട്ടൊന്ന് വിളിക്കും. എന്നിട്ട് ചോദിക്കുക, എന്താ നിൻ്റെ വിചാരം, നീ വലിയ കൊമ്പത്താണെന്നാണോ നിൻ്റെ വിചാരം എന്നൊക്കെ ചോദിക്കും. അച്ചമ്മ കുറേ ചന്ദ്രയെ വഴക്കൊക്കെ പറയും. ചന്ദ്രയ്ക്ക് എപ്പോഴും രേവതിയെ കുറ്റപ്പെടുത്താനേ നേരമുള്ളൂ. അച്ചമ്മ പറയും, നിൻ്റെ അഹങ്കാരമൊന്നും എൻ്റെ അടുത്ത് വേണ്ടാന്നൊക്കെ പറയും. മക്കളെ എല്ലാവരും ഒരുപോലെ കാണണം, അല്ലാതെ ഒരാളെ മാത്രം പൊക്കിക്കൊണ്ട് നടന്നാൽ ലാസ്റ്റ് നീ കരയേണ്ടി വരും എന്നൊക്കെ പറയും. അങ്ങനെ ദിവസം നിനക്ക് വരും എന്നൊക്കെ അച്ചമ്മ പറയും. ഞാൻ ഇപ്പോൾ തിരിച്ചു പോവുകയാണ്, ഇനി രേവതിയോട് നീ ഇങ്ങനെ പെരുമാറിയാ ഞാൻ നിന്നോട് ഇങ്ങനെ പറയലായിരിക്കില്ല എന്ന് പറയും. ഇനി എന്നെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വരുത്തരുതെന്നും പറയും. ഉടമ സ്ഥിരപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ രണ്ടുപേരോട് സ്തുതി പറയാണ്, നിങ്ങളിനി നാളെ മുതൽ ഇങ്ങോട്ട് വരണ്ടാന്ന്. അവർ ചോദിക്കും, ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ പറഞ്ഞു വിടുന്നത്, ഞങ്ങളിവിടെ ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല, ഇത് ഇത്രയും വളരാൻ ഞങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നൊക്കെ. ശ്രുതി പറയും, നിങ്ങൾക്ക് പ്രായമായില്ലേ, എനിക്ക് വേണ്ട ചെറുപ്പക്കാരെയാണെന്നൊക്കെ പറയും. എന്നിട്ട് ശ്രുതി രണ്ടുപേരെ കാണിച്ചിട്ട് പറയും, ഇവരാണ് ഇനി മുതൽ ഈ ഷോപ്പിലെ സ്റ്റാഫ്.